സ്വയം സംരംഭത്തേക്ക് ഇറങ്ങണം എന്നൊക്കെയുള്ളൊരു ബോധമൊക്കെ വന്നു. സംരംഭകത്വത്തിന് അവസരം കിട്ടുന്ന രൂപത്തിലാണ് ഈ പരിപാടി വിഭാവനം ചെയ്തിട്ടുള്ളത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കുടുംബശ്രീ ജില്ലാ മിഷനുമായി സഹകരിച്ച് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെറുകിട സ്വയം തൊഴിൽ സംരംഭകർക്കായി നടപ്പിലാക്കി വരുന്ന ത്രിദിന പരിശീലന പരിപാടി 2ാം ദിനം പിന്നിട്ടു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ നിർവഹിച്ചു. ദേശീയ ഗ്രാമീണ ഉപജീവന മിഷനും കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഭാഗമായുള്ള സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം പദ്ധതിയുമായി സഹകരിച്ചാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീയിലെ അംഗങ്ങളെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് പ്രാപ്തരാക്കുന്നതിനായി 3 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ജനറൽ ഓറിയന്റേഷൻ പരിശീലനം സംഘടിപ്പിക്കുന്നത്. പെരിന്തൽമണ്ണ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അങ്ങാടിപ്പുറം CDS ചെയർപേഴ്സൺ നൗറ യാസ്മിൻ K അധ്യക്ഷത വഹിച്ചു. ആലിപ്പറമ്പ് കുടുംബശ്രീ CDS P ഫാറൂഖ്, TP ഷഫീഖ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, അങ്ങാടിപ്പുറം കുടുംബശ്രീ CDS അംഗം KT ശ്രീജു, ഫെബീന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്കിലെ 8 പഞ്ചായത്തുകളിൽ നിന്നുള്ള കുടുംബശ്രീ പ്രവർത്തകർക്കാണ് പദ്ധതിയുടെ ഭാഗമായി സ്വയം തൊഴിലിന് പരിശീലനം നൽകുന്നത്. പരിശീലന പരിപാടിയുടെ 2ാം ദിനം പിന്നിട്ടു. ഇതിനായി 6.5 കോടിയോളം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവരുടെ അഭിരുചികൾ മനസ്സിലാക്കി ഏത് മേഖലയാണോ തിരഞ്ഞെടുക്കുന്നത് അതിനാവശ്യമായ സഹായങ്ങൾ ഇതുവഴി ലഭ്യമാക്കുമെന്നും സ്ത്രീ ശാക്തീകരണത്തിന്റെ മറ്റൊരു പതിപ്പാണിതെന്നും അഡ്വക്കേറ്റ് AK മുസ്തഫ പറഞ്ഞു. കുടുംബശ്രീയിൽ അംഗങ്ങളായവരുടെ കുടുംബാംഗങ്ങൾക്കും എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമാകാം. കുടുംബശ്രീയിലെ അംഗങ്ങൾക്കു മാത്രമല്ല, അവരുടെ കുടുംബത്തിലെ ആണുങ്ങൾക്കൊക്കെ സംരംഭകത്വത്തിന് അവസരം കിട്ടുന്ന രൂപത്തിലാണ് ഈ പരിപാടി വിഭാവനം ചെയ്തിട്ടുള്ളത്. സംരംഭകത്വം എന്ന് പറയുമ്പോൾ അതിന് താല്പര്യമുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള EDP പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ള ആളുകളെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് അവർക്ക് അഭിരുചിയുള്ള മേഖലകളിൽ സംരംഭകത്വം തുടങ്ങുന്നതിന് വേണ്ടി അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വേണമെങ്കിൽ കുടുംബശ്രീയിലെ റിവോൾവിംഗ് ഫണ്ടും SVPയിൽ നിന്ന് അനുവദിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള സാമ്പത്തിക സഹായവും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇവിടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. 4 വർഷം കൊണ്ട് 2400 ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവരികയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയ സംരംഭം തുടങ്ങുവാനായി 50,000 രൂപ വരെ വ്യക്തിഗത വായ്പയായും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ 2 വർഷ കാലയളവിൽ 4% പലിശ നിരക്കിൽ 1 ലക്ഷം രൂപ വരെയും വായ്പയായി അനുവദിക്കും. സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട പരിശീലനം നൽകി 1 വർഷം നിരീക്ഷണം നടത്തി വേണ്ട മാർഗനിർദ്ദേശങ്ങളും നൽകും. 3 ദിവസത്തെ ക്ലാസുകളിൽ പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും കൈമാറും. 3 ദിവസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ സംരംഭകത്വ മേഖലയിലേക്ക് അഥവാ SVP ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ജനറൽ ഓറിയന്റേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ട്രെയിനിങ്ങും ഈ ജനറൽ ഓറിയന്റേഷൻ ട്രെയിനിങ്ങിൽ എല്ലാവരും വന്ന് ചിലപ്പോൾ പങ്കെടുക്കും. പക്ഷേ അതിൽ ഉറപ്പുള്ള സംരംഭകരായി മാറും എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ EDPയിലേക്കുള്ള ട്രെയിനിങ്ങിലേക്ക് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും എന്റർപ്രണേഴ്സ് ആയി എന്നുള്ളതാണ്. SVP ഫാമിലിയിലേക്ക് ആയി എന്നുള്ള ഉറപ്പും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 ദിവസങ്ങളിൽ പങ്കെടുത്താൽ പറയാൻ പറ്റും. 3 ദിവസം ഇവർ ഈ ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ഒരു സർട്ടിഫിക്കേഷനിലൂടെ 3 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് സംരംഭ മേഖലയിലൂടെ കുടുംബശ്രീയിലൂടെ മുന്നേറി വന്ന ആൾക്കാരാണെന്നുള്ള ഒരു ലേബലും കൂടി സർട്ടിഫിക്കേഷനും കൂടി ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരുകളുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം അഥവാ SVP എന്നുള്ളൊരു പദ്ധതി. ഈ പദ്ധതി പ്രകാരം നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾ അതേപോലെ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ഒരു ഉപജീവന മാർഗം കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നിലവിലെ SVP പദ്ധതി. ഈ പദ്ധതി പ്രകാരം നിലവിൽ 2400 സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. 4 വർഷ കാലയളവിലാണ് ഈ പദ്ധതി പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ളത്. ആയതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലേക്ക് അനുവദിച്ചിട്ടുള്ള ഫേസ് 6 ഘട്ടത്തിൽ വരുന്ന പെരിന്തൽമണ്ണ ബ്ലോക്കിലാണ് ഇപ്പോൾ നിലവിൽ ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ഒരു ബ്ലോക്ക് ഓഫീസ് എന്നുള്ള രീതിയിൽ നമ്മുടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള BRC ആണ് ഇതിൻ്റെ ഒരു ഓഫീസ് സംവിധാനമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ നമ്മളെ 20ഓളം മൈക്രോ എൻ്റർപ്രൈസസ് കൺസൾട്ടന്റുമാർ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഫീൽഡ് തലത്തിൽ വിവിധ 8 CDSകളിലായിട്ട് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്.
ഇവരുടെ സഹായത്തോടു കൂടിയാണ് നമ്മളെ സംരംഭകരെ കണ്ടെത്തുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റു ഭൗതിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് സംരംഭകരാകാൻ താല്പര്യമുള്ള ആളുകളെ അയൽക്കൂട്ട തലത്തിൽ നമ്മൾ മൊബിലൈസേഷൻ ചെയ്ത് കണ്ടെത്തിയിട്ട് താല്പര്യമുള്ള ആളുകളെ 3 ദിവസത്തെ ഒരു GOT EDP യിലേക്ക് കൊണ്ടുവന്ന് ആയതിലൂടെയാണ് ഇവർക്കുള്ള ഒരു സംരംഭം ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ഒരു സംരംഭത്തിലേക്ക് പ്രാപ്തരാക്കുന്നത്. സ്വയം സംരംഭം തുടങ്ങാൻ ആവശ്യമായ എല്ലാ വശങ്ങളെക്കുറിച്ചും അറിവുകൾ ലഭ്യമാക്കാൻ ഇത്തരം പരിശീലന പരിപാടികളിലൂടെ സാധിക്കുന്നുണ്ടെന്ന് കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു. നല്ല ക്ലാസ്സായിരുന്നു, നല്ല ഉപകാരമുള്ള ക്ലാസ്സായിരുന്നു. പിന്നെ ഇന്നലെ എടുത്ത ക്ലാസ്സിനെ ഒന്നും കൂടി വിശദീകരിച്ച് ഇന്നത്തെ മാഡം വന്ന് പറഞ്ഞു തന്നു. പിന്നെ അപ്പോൾ സ്വയം സംരംഭത്തേക്ക് ഇറങ്ങണം എന്നൊക്കെയുള്ളൊരു ബോധമൊക്കെ വന്നു. ഇന്നത്തെയും ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് SVP പ്രൊജക്റ്റ് എന്താണെന്ന് മനസ്സിലായി. എങ്ങനെ ഒരു സംരംഭം തുടങ്ങാമെന്നും അതിനെങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ള ക്ലാസ്സുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ഒരുപാട് പ്രായമായ ആൾക്കാർക്ക് അവർക്കൊക്കെ എന്താ വെച്ചാൽ ഒരു നാളേക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നുള്ളതിലുപരി ഭയങ്കര കോൺഫിഡൻസും അതിന് വേണ്ട സപ്പോർട്ടും ഫുള്ള് നമ്മുടെ ടീം ചെയ്തവർക്കുണ്ട്. അപ്പോൾ ഇത് ഒരു മൊത്തത്തിലൊരു ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഒരുപാട് പേര് പുതിയതിൽ വരുന്നുണ്ട്. എല്ലാവരും ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തായാലും ഇവരും നല്ലൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം. സ്ത്രീകളെ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തരാക്കുന്നതിനായി കുടുംബശ്രീ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ തികച്ചും മാതൃകാപരമാണ്. അതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ടാകുന്നത് കൂടിയാണ് ആസൂത്രണം ചെയ്യുന്ന ഓരോ പദ്ധതികളെയും വിജയത്തിലെത്തിക്കുന്നത്. ഇത്തരം പദ്ധതികളെ പ്രത്യേകം താൽപര്യത്തോടെ ഏറ്റെടുക്കുന്ന പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയം തന്നെയാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചാലും ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.